ഹായ് ഹലോ. ഞാൻ ഇന്നുണ്ടല്ലോ ഒരു പാൻ ഗ്രിൽഡ് ലാം സ്റ്റീക്കിന്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലായിട്ട് പോവാം. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഉണ്ടല്ലോ ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. ഇനി നമ്മുടെ ലാം സ്റ്റീക്ക് നല്ലതായിട്ട് വാഷ് എല്ലാം ചെയ്ത് നല്ലതായിട്ട് വെള്ളം എല്ലാം കളഞ്ഞ് കുറച്ചു നേരം തോരാൻ വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ഇത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്തെടുക്കണേ. ഒന്നില്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഈ മീറ്റ് ഫുൾ ആയിട്ട് ഇങ്ങനെ കുത്തി 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 കൊടുക്കണം. അപ്പൊ നമ്മുടെ മസാല എല്ലാം നല്ലതായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിലേക്കെല്ലാം നല്ലത് ഇങ്ങനെ ഒരു മീറ്റ് ടെൻഡറൈസർ അല്ലെങ്കിൽ മീറ്റ് ഹാമർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് വെച്ച് നല്ലതായിട്ടൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മീറ്റ് നല്ല ടെൻഡർ ആവുകയും ചെയ്യും, എല്ലാ മസാലകൾ നല്ലതായിട്ട് കയറി പിടിക്കുകയും ചെയ്യും കേട്ടോ. ഞാനൊരു ഇന്ത്യൻ സ്റ്റൈൽ മസാല ആട്ടോ ഇതിന് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ സ്പൂൺ മുളക് പൊടിയാണ് എടുക്കേണ്ടത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ നാരങ്ങ നീരും, പിന്നെ നമ്മൾ അരച്ചു വെച്ച ജിഞ്ചറും ഗാർലിക്കും സവാളയൊക്കെ ചേർത്ത് അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതൊരു 2 ടീസ്പൂൺ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിക്കണേ. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. നമ്മൾ ഈ മസാല ഉണ്ടല്ലോ ലാം സ്റ്റിക്കിൽ 2 സൈഡും നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ ഇന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നാളത്തേക്കാണ് ഉപയോഗിക്കുന്നത്, അതാട്ടോ ഏറ്റവും നല്ലത്. ഒരു ദിവസം ഫുള്ള് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ മസാലയൊക്കെ നല്ലതായിട്ട് മീറ്റിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് സ്റ്റേക്ക് പാൻ ഗ്രിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ അയൺ തവയോ ഏതെങ്കിലും ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ബട്ടറോ അല്ല എങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കണേ. ഈ ഓയിൽ നല്ലതായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ലാം സ്റ്റേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് 5 to 6 മിനിറ്റ് ആട്ടോ കുക്ക് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളുടെ ഫ്ലെയിം അനുസരിച്ചിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലല്ല, ഞാൻ അതിലും കുറച്ചും കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഒന്ന് കുക്ക് ചെയ്യുന്നത്. എനിക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കരിഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. 2 സൈഡും ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് നിങ്ങൾ അതിനനുസരിച്ചിട്ട് 6 മിനിറ്റിലൊന്നും കൂടുതൽ കുക്ക് ചെയ്യേണ്ട വരത്തില്ല, അതിന് മുന്നിൽ തന്നെ ആവും കേട്ടോ. ഒരു സൈഡ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മറ്റേ സൈഡിലോട്ട് തിരിച്ചിടുവാണേ. ഈ സൈഡും ഒരു 5 to 6 മിനിറ്റ്, ഒരുപാട് ഓവർ കുക്ക് ആവരുത് കേട്ടോ. ഒരു 6 മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്യണ്ട, അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോകും. അപ്പൊ നമ്മുടെ ലാം സ്റ്റേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കതൊരു സർവിങ് പ്ലേറ്റിലായിട്ട് മാറ്റാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മട്ടൺ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ഈ സെയിം റെസിപ്പി ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.